മാംഗോ മെഡോസ് കോട്ടയം ജില്ലയിലെ മാമ്പഴങ്ങളുടെ താഴ്വാരം. ഇതൊരു അത്ഭുത ലോകമാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് 400 രൂപ അടച്ചു. അവരുടെ ഇലക്ട്രിക്കൽ വണ്ടിയിൽ അത് മുഴുവൻ 30 ഏക്കർ ഞങ്ങളെ കൊണ്ടു നടന്ന് കാണിച്ചു. എന്നിട്ടും മതി വരാതെ ഞങ്ങളൊരു സൈക്കിൾ എടുത്തു. വീണ്ടും മാംഗോ മെഡോസിൻ്റെ മാമ്പഴങ്ങളുടെ താഴ്വാരത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വളരെ പതുക്കെ സൈക്കിളുമായി മുന്നോട്ട് നീങ്ങി. ഇതൊരു അത്ഭുത ലോകമാണ്. ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടു. നോക്കുന്ന സമയത്ത് ഏദൻ തോട്ടത്തിലെ മുഴുവൻ സസ്യജാലങ്ങളും അവിടെയുണ്ട്. ലിംക ബുക്ക് ഓഫ് അവാർഡ് കിട്ടിയ ബൈബിൾ ശില്പമാണിത്. അവിടെ ആ ഭാഗത്ത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏകദേശം എല്ലാ മരങ്ങളും അവർ വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് കണ്ടു. വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒത്തിരി വൃക്ഷങ്ങൾ, അമ്പലക്കുളം, അതുപോലെ തന്നെ ആൽത്തറ, സർപ്പക്കാവ്, ത്രിഫല, പറഞ്ഞാൽ തീരില്ല. കറുത്ത മുള. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കേട്ടറിവ് മാത്രമുള്ള പല വൃക്ഷങ്ങളും നേരിട്ട് കണ്ടു. ജന്മവൃക്ഷങ്ങൾ, അതുപോലെ രുദ്രാക്ഷം. ഞാൻ അവിടെ നിന്നാണ് അറിയുന്നത് പലപ്പോഴും രുദ്രാക്ഷത്തിന് ദ്വാരം നമ്മളായിട്ട് ഇട്ട് കൊടുക്കുന്നതാണെന്ന്. പക്ഷേ ജന്മന ദ്വാരവുമായി ജനിക്കുന്ന രുദ്രാക്ഷം ഞാൻ അവിടെ കണ്ടു. ഏദൻ തോട്ടം എന്നൊക്കെ പറയുന്ന സമയത്ത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഫലവൃക്ഷങ്ങൾ മുഴുവനുണ്ട് അവിടെ. ഒന്നുപോലും അവിടെ കാണാതിരിക്കുന്നില്ല. അത്രമേൽ വൈവിധ്യമാണ്. ആ കാഴ്ചകളൊക്കെ കണ്ട് സൈക്കിളിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് മാമ്പഴങ്ങളും ചക്കപ്പഴവും ഫലവൃക്ഷങ്ങളും ഒത്തിരി വെച്ചൂർ പശുവും, പറഞ്ഞാൽ തീരില്ല. അവിടുത്തെ സസ്യജാലങ്ങൾ അത്രമേൽ അധികമാണ്. അവിടുത്തെ വൃക്ഷങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ, രാമായണത്തിലും മഹാഭാരതത്തിലും ബൈബിളിലും ഖുറാനിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള വ്യത്യസ്തമാർന്ന വൃക്ഷങ്ങൾ ഒത്തിരിയുണ്ട്. ഈ വീഡിയോയിലൂടെ അതിൻ്റെ എണ്ണം പറഞ്ഞാൽ തീരില്ല, അതിൻ്റെ പേര് പറഞ്ഞാൽ തീരില്ല. ഒരു റൗണ്ട് അവിടുത്തെ സ്റ്റാഫിനോടൊപ്പം അവരുടെ ഇലക്ട്രിക് വെഹിക്കിളിൽ ഞങ്ങൾ പതുക്കെ പലയിടത്തൊക്കെ ഇറങ്ങി കാഴ്ചകൾ കണ്ടൊക്കെ തിരിച്ചു പോന്നു. വീണ്ടും അത് കാണണമെന്ന് തോന്നിയ സമയത്താണ് സൈക്കിൾ എടുത്തു, പോക്കറ്റിലേക്ക് മൊബൈൽ ഓൺ ചെയ്തിട്ടു. കിട്ടാവുന്ന കാഴ്ചകൾ കിട്ടട്ടെ എന്ന് കരുതി വീണ്ടും ആ 30 ഏക്കർ ഭൂമി, ആ 30 ഏക്കർ സ്വർഗം, ആ ഏദൻ തോട്ടം ഒന്ന് വലം വെച്ചു. എന്നിട്ടും കാഴ്ചകൾ കണ്ട് മതിയാവുന്നില്ല. കാരണം ഇതുവരെ ഞാൻ കാണാത്ത കാഴ്ചകളാണ് മാംഗോ മെഡോസിൽ കണ്ടത്. ഇതൊരു പ്രത്യേക ലോകമാണ്. ഏദൻ തോട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അമ്പലക്കുളങ്ങളും മീനൂട്ടും ഒക്കെയായിട്ട് രസകരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്വർഗം. എത്ര പറഞ്ഞാലും തീരില്ല. അത്രമേൽ വൈവിധ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വൃക്ഷങ്ങൾ. ത്രിഫല എന്ന് പറയുന്നത് ആ 3 മരങ്ങൾ ഒന്നിച്ച് ഞാൻ അവിടെ കണ്ടു. അതുപോലെ നാൽപ്പാമരം, ആ 4 മരങ്ങളും ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഒത്തിരി കാഴ്ചകൾ എനിക്ക് അവിടുന്ന് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ ഒരു പ്രോഗ്രാം മാംഗോ മെഡോസിലേക്ക് വെക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. 1000 പ്രാവശ്യം ക്ലാസ് മുറികളിൽ പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പ്രാവശ്യം മാംഗോ മെഡോസിൽ കൊണ്ടുവന്ന് ഈ നേർക്കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. കാരണം എല്ലാ മതത്തിൻ്റെയും വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന വൃക്ഷങ്ങളെ നമുക്കവിടെ കാണാം. നമ്മുടെ ഈ കോഴി വേനൽക്കാലത്ത് അടയിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കോഴിമൂഞ്ഞ അല്ലെ കോഴിപ്പേനൊക്കെ ഉണ്ടാവും. അത് അടയാനായിട്ട്
ഇതാ ഒരു കുഞ്ഞ് സൈക്കിള് കുട്ടിയാരോ വന്നതാണ്. സർപ്പക്കാവും കുളങ്ങളൊക്കെയാണ്. ആ കാവും കുളമൊക്കെയാണ്. കണ്ടോ കാക്കകൾ, അമ്പലക്കുളം, മീനുകൾ കണ്ടോ, എന്തോരം മീനുകളാണ് കാണുന്നുണ്ടോ? മീനിട്ടുക എന്നൊരു പുണ്യപ്രവൃത്തിയാണ്. ഞാൻ കുറച്ച് മീനിൻ്റെ ഫുഡ് എടുത്തു. എന്നിട്ട് മീനെ ഊട്ടട്ടെ. ഉണ്ടോ? ഇവിടുത്തെ അമ്പലക്കുളമാണ്. ഇനി പെഡൽ ബോട്ട്, ബാസ്ക്കറ്റ് ബോട്ട്, നമ്മുടെ കുട്ടവഞ്ചിയിലേക്ക് പോയിട്ട് വരാം. അങ്ങനെ കുട്ടവഞ്ചി എൻജോയ് ചെയ്തു. അടിപൊളി അനുഭവമായിരുന്നു. സൂപ്പർ കുട്ടവഞ്ചി. തീർച്ചയായിട്ടും ഇവിടെ വരിക, എൻജോയ് ചെയ്യുക. വീതിയൊക്കെ കുറവാണ്, സൈഡ് കൊടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. സൈക്കിളിൽ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എലിമരം, ഇതുവരെ കേൾക്കാത്ത മരങ്ങളും ഔഷധ സസ്യങ്ങളൊക്കെ ആയിട്ട്. ഇതുവരെ കേൾക്കാത്ത പേരുകൾ, ഇതുവരെ കാണാത്ത മരങ്ങൾ, നമ്മൾ ദ്വാരമുണ്ടാക്കാതെ ദ്വാരത്തോടുകൂടെ വളർന്നു വരുന്ന രുദ്രാക്ഷം, മാഡം ടോയ്ലറ്റ് റൈറ്റാ? റൈറ്റ്, ഓക്കെ. വാച്ച് ടവർ. എക്സ്ക്യൂസ് മീ, ടോയ്ലറ്റ് ഇതാ. ഞാനങ്ങനെ ടോയ്ലറ്റിലേക്കൊന്ന് പോവുകയാണ്. അങ്ങനെ ആൽമരച്ചൂട്ടിൽ നിന്ന് മാംഗോ മെഡോസിൽ നിന്ന് സൈക്കിളും ചവിട്ടി ഓടക്കുഴൽ നാദമൊക്കെ കേട്ട് ഞങ്ങളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വണ്ടികൾ കുറേ ഉള്ളതുകൊണ്ട് ബ്ലോക്കാണ്.
മോനെ ഒന്ന് സൈഡിൽ കൂടെ കയറിക്കോട്ടെ. അവരെ രണ്ടുപേരും ഓവർടേക്ക് ചെയ്ത് ഞാനങ്ങനെ മുന്നോട്ട് പോവാണ്. ഏദൻ തോട്ടത്തു നിന്ന് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവശങ്ങളിലും ഒത്തിരി മരങ്ങളും ഔഷധ സസ്യങ്ങളും എല്ലാം ഉണ്ട്. എണ്ണം പറഞ്ഞാൽ പേര് പറഞ്ഞാൽ തീരാത്ത അത്രയ്ക്കും വർണ്ണവൈവിധ്യങ്ങൾ. പോകുന്ന വഴിക്കെല്ലാം മാവും പ്ലാവും എല്ലാം ചക്കയും മാങ്ങയും ഒക്കെ പഴുത്തിങ്ങനെ കിടക്കുകയാണ്. മാംഗോ മെഡോസിലാണ് ഇപ്പോൾ ഉള്ളത്, കോട്ടയം ജില്ലയിൽ. തീർച്ചയായിട്ടും ഇവിടെ വരണം, കാണണം. അത്രമേൽ വൈവിധ്യങ്ങളുണ്ട്. ഇതൊരു കൂട്ടുകുടുംബ കോട്ടേജാട്ടോ. ഇവിടെ 5 ഫാമിലി കയറി ഒരുമിച്ച് താമസിക്കാൻ പറ്റും. സിംഗിളായിട്ട് സൈക്കിളിൽ മാംഗോ മെഡോസിലൂടെ ഒരു യാത്രയാണ്. കോട്ടയത്തുള്ള മാംഗോ മെഡോസിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സൈക്കിൾ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇവരുടെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം. ഇവിടെ അത്ഭുതങ്ങളുടെ ലോകമാണ്. ഏദൻ തോട്ടം മുതൽ അമ്പലത്തറ മുതൽ ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. ഏദൻ തോട്ടത്തിലെ പഴങ്ങളും ഫലവൃക്ഷങ്ങളും എല്ലാം ഇവിടെ ഇവർ നട്ടു വളർത്തിയിട്ടുണ്ട്. ആ കാഴ്ചകളെല്ലാം കാണാട്ടോ. കോട്ടയത്തുള്ള മാംഗോ മെഡോസിലാണ് ഇപ്പോൾ ഉള്ളത്. വൈവിധ്യങ്ങളുടെ ലോകമാണ്. ഈ ലോകത്ത് ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഇവിടെയുണ്ട്. പറഞ്ഞാലും തീരാത്ത അത്രയും വൈവിധ്യങ്ങൾ. സൃഷ്ടികർമ്മത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അതും പ്രകൃതിയുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന മാംഗോ മെഡോസ്. മാംഗോ മെഡോസ് അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. ഇതാ നക്ഷത്രവനം. നമ്മുടെ ഓരോരുത്തരുടെയും നക്ഷത്രത്തിനനുസരിച്ച് ഇവിടെ മരങ്ങളുണ്ട്. ഒരു മാവ്, അതിൽ 2 മാങ്ങയുണ്ട്. മുകളിൽ ഒരു സ്ത്രീയുടെ രൂപം. തീർച്ചയായിട്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഒരു പ്രാവശ്യമെങ്കിലും മാംഗോ മെഡോസിലേക്ക് വരണേ.